വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ബഹുമാനിയായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരൊരുമിച്ച് ഇന്ന് വയനാട്ടില് അവരുടെ കുടുംബപരമായ ഒരു ഒത്തുചേരല്, സോണിയാജിയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള ആ ഒരു സന്ദർശനത്തെ ഞങ്ങൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഇന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉൾപ്പെടെ ഇവിടെ വന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം ഇവിടെ DCC ഓഫീസിൽ ചേർന്നു. ചില സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ചർച്ച ചെയ്തു. ബത്തേരിയിലെ കോൺഗ്രസ് നേതാവ് വിജയൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ വിഷയം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി തന്നെ വന്ന് ഇവിടുന്ന് അതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു. ആ കുടുംബത്തെ കോൺഗ്രസ് പാർട്ടി കഴിയുന്നത്ര സഹായിക്കും എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അവർക്ക് പല ഘട്ടങ്ങളിലായിട്ട് കഴിയാവുന്ന കുറച്ച് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വിജയൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതും കുടുംബാംഗങ്ങൾ പിന്നീട് ആവശ്യപ്പെട്ടിരുന്നതുമായ ഒരു പ്രധാനപ്പെട്ട വിഷയം, ബാക്കി നിൽക്കുന്നത് ആ കുടുംബം സ്വത്ത് വെച്ച് ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളതാണ്. ആ വായ്പയുടെ കാലം, അതിന്റെ ടൈം ടേബിൾ, അതിന്റെ ചാർട്ട് ഒക്കെ പരിശോധിച്ചാൽ പലതും പറയാനുണ്ട്. എന്നെടുത്ത വായ്പയാണ്, എപ്പോഴൊക്കെ വായ്പ പുതുക്കിയിട്ടുണ്ട്, എത്ര സംഖ്യ പിൻവലിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ ആ വായ്പയിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, ഇതൊക്കെ പരിശോധിച്ചാൽ ഇപ്പൊ അതിനുള്ള സമയമല്ല. ഏതായാലും ഒരു കോൺഗ്രസ് നേതാവിന് അദ്ദേഹത്തിന്റെ കടബാധ്യത, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ കടബാധ്യതയ്ക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് അത് ശരിയാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പലവണ്ണം വായിച്ചു. ആ കടബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത് ബാങ്കുമായി ചർച്ച ചെയ്ത് എഴുതി തള്ളാൻ നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ്. അത് വേണേൽ കാണിച്ചു തരാം പിന്നീട് ഞാൻ. പക്ഷെ അത് ബാങ്കിൽ എഴുതി തള്ളുന്നതിനൊക്കെ ചില പരിമിതിയുണ്ട്. ആ കടബാധ്യത അടച്ചു വീട്ടാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തം ധാർമ്മികമായിട്ടാണ്, നിയമപരമായിട്ടല്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ആ കടബാധ്യത എത്രയും വേഗം, ആ കടബാധ്യത, അർബൻ ബാങ്കിലെ കടബാധ്യത ഞങ്ങൾ തന്നെ അടച്ചു വീട്ടുന്നതാണ്.